ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ റിയാന. യുനാനി മെഡിസിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ലാസ്റ്റ് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിരുന്നു, കാർഡിയക് സൈക്കിളിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അതിനാലാണ് ഇന്നത്തെ ഈ വീഡിയോ. ഒരു ദിവസം നമ്മുടെ ഹൃദയം ആയിരക്കണക്കിന് തവണയാണ് മിടിക്കുന്നത്. പക്ഷേ ഒരു സിംഗിൾ ഹാർട്ട് ബീറ്റ് നടക്കാൻ എത്ര പെർഫെക്റ്റായ കോർഡിനേഷനാണ് നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സൈഡിൽ ബ്ലഡ് ഹാർട്ടിലേക്ക് എത്തണം, ശരിയായ സമയത്ത് ചേംബർ ഫില്ലാവണം, വാൾവുകൾ ഓപ്പൺ ആവണം, ക്ലോസ് ആവണം, പിന്നെ വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പമ്പ് ചെയ്യണം. ഇതെല്ലാം ഒരു റിതമിൽ നടക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സാണ് കാർഡിയാക് സൈക്കിൾ. ഇത് നമുക്കിന്ന് വളരെ സിമ്പിളായി ഫേസ് ബൈ ഫേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം ഒരു ബേസിക് ഐഡിയ ഫിക്സ് ചെയ്യണം. ഓക്കെ, let's see. Let's consider this is our heart. നമ്മുടെ ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ആണുള്ളത്. റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 ചേമ്പേഴ്സ് ആണ് നമ്മുടെ ഹാർട്ടിനുള്ളത്. ഇനി അടുത്തതായി നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന മേജർ ബ്ലഡ് വെസൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന മേജർ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടേക്ക് വരുന്നതാണ് വീന കാവ. വീന കാവ അത് സുപ്പീരിയർ വീന കാവയുണ്ട്, അതേപോലെ തന്നെ ഇൻഫീരിയർ വീന കാവ ഉണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താം, വീന കാവ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നതാണ് വീന കാവ. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നതാണ് പൾമണറി വെയിൻ. ഏതാണ്? പൾമണറി വെയിൻ. റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരുന്നതാണ് പൾമണറി ആർട്ടറി ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ടേക്ക് അയോട്ട. ഇങ്ങനെ 4 മേജർ ബ്ലഡ് വെസൽസ് ആണ് നമ്മുടെ ഹാർട്ടിലോട്ടേക്ക് വരുന്ന മേജർ ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഇതിൽ വീനക്കാവ ആൻഡ് പൾമണറി ആർട്ടറിയിലേക്കൂടെ ഡിയോക്സിനേറ്റഡ് ബ്ലഡും പൾമണറി വെയിൻ ആൻഡ് അയോട്ടയിലെ കൂടി ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ് പോകുന്നത്. ഇനി അടുത്തത് നമ്മുടെ ഹാർട്ടിലേക്ക് വരുന്ന മേജർ വാൾവ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്, പൾമണറി വാൾവ് ആൻഡ് അയോട്ടിക് വാൾവ്. ട്രൈകസ്പിഡ് വാൾവ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ വരുന്ന വാൾവാണ് ട്രൈകസ്പിഡ് വാൾവ്. ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ വരുന്നതാണ് ബൈകസ്പിഡ് വാൾവ് ഓർ മൈട്രൽ വാൾവ്. നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും പൾമണറി ആർട്ടറിയുടെയും ഇടയിൽ വരുന്ന വാൾവാണ് പൾമണറി വാൾവ്. ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെയും അയോട്ടയുടെയും ഇടയിൽ വരുന്ന വാൾവാണ് അയോട്ടിക് വാൾവ്. ഇങ്ങനെ മെയിൻലി 4 വാൾവ്സ് ആണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. ട്രൈകസ്പിഡ് വാൾവ്, ബൈകസ്പിഡ് വാൾവ്, പൾമണറി വാൾവ് ആൻഡ് അയോട്ടിക് വാൾവ്. ഇതിൽ ട്രൈകസ്പിഡ് വാൾവ് ആൻഡ് ബൈകസ്പിഡ് വാൾവിനെ നമ്മൾ എട്രിയോ വെൻട്രിക്കുലർ വാൾവ് എന്ന് പറയും. കാരണം എന്താണ്? എട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലാണ് എന്ത് വരുന്നത്? ട്രൈകസ്പിഡ് വാൾവും അതേപോലെ തന്നെ ബൈകസ്പിഡ് വാൾവും. അതുകൊണ്ട് തന്നെ ഈ 2 വാൾവ്സിന് എന്താ പറയുക? എട്രിയോ വെൻട്രിക്കുലർ വാൾവ്. അതേപോലെ തന്നെ പൾമണറി വാൾവ് ആൻഡ് അയോട്ടിക് വാൾവിന് നമ്മൾ പറയുക സെമി ലൂണാർ വാൾവ് എന്നാണ്. അപ്പോൾ സെമി ലൂണാർ വാൾവ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ഏതാണ്? പൾമണറി വാൾവ് ആൻഡ് അയോട്ടിക് വാൾവ്. ഇനി സാധാരണ നമ്മുടെ ശരീരത്തിലെ എല്ലാ ആർട്ടറീസിലെ കൂടിയും പോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഏതാണ്? ആർട്ടറീസിലെ കൂടി പോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡും വെയിൻസിലെ കൂടി പോകുന്നത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡുമാണ്. പക്ഷേ നമ്മുടെ ഹാർട്ടിൻ്റെ അവിടെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് പൾമണറി ആർട്ടറിയിലെ കൂടി പോകുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡും പൾമണറി വെയിനിലെ കൂടി പോകുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡുമാണ്. സാധാരണ എന്താണ്? ആർട്ടറീസിലെ കൂടി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെങ്കിൽ പൾമണറി ആർട്ടറിയിലെ കൂടി പോകുന്നത് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ്. വെയിൻസിലെ കൂടി ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് പോകുന്നതെങ്കിൽ പൾമണറി വെയിനിലെ കൂടി പോകുന്നത് എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റ് 2 ടേംസ് ആണ്. ഒന്ന് സിസ്റ്റോൾ, മറ്റേത് ഡയാസ്റ്റോൾ. എന്താണ് സിസ്റ്റോൾ? സിസ്റ്റോൾ എന്ന് വെച്ചാൽ കൺട്രാക്ഷനെയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതേസമയം റിലാക്സേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. അതായത് എട്രിയൽ സിസ്റ്റോൾ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ എട്രിയൽ കൺട്രാക്ഷൻ. വെൻട്രിക്കുലർ സിസ്റ്റോൾ മീൻസ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. എട്രിയൽ ഡയസ്റ്റോൾ എട്രിയൽ റിലാക്സേഷൻ ആൻഡ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ മീൻസ് വെൻട്രിക്കുലർ റിലാക്സേഷൻ. ഇത്രയും ടേംസ് നമ്മൾക്ക് എന്തായിരിക്കണം? തറവായിരിക്കണം. ഇനി നമ്മൾ ബ്ലഡ് ഫ്ലോനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അതായത് നമ്മുടെ ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, ഏതാണ്?
ഡീഓക്സിനേറ്റഡ് ബ്ലഡ് വീന കാവ് വഴി എങ്ങോട്ടേക്ക് എത്തും? റൈറ്റ് എട്രിയത്തിലോട്ടേക്ക് എത്തും. ഇവിടെ റൈറ്റ് എട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൾവ് വഴി അത് എങ്ങോട്ടേക്ക് വരും? റൈറ്റ് വെൻട്രിക്കിലോട്ടേക്ക് എത്തും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ഈ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലോട്ടേക്ക് എത്തും. ഇവിടുന്ന് ലങ്സിൽ നിന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡായി, ഇതെന്തായി? പിന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡായി. ഓക്സിജനേറ്റഡ് ബ്ലഡായി അത് പൾമണറി വെയിൻ വഴി നമ്മുടെ ലെഫ്റ്റ് എട്രിയത്തിലോട്ടേക്ക് എത്തും. ലെഫ്റ്റ് എട്രിയത്തിൽ നിന്ന് മൈട്രൽ വാൾവ് വഴി ലെഫ്റ്റ് വെൻട്രിക്കിലോട്ടേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിക് വാൾവിലേക്ക് കൂടി അയോട്ടയിലേക്കും അയോട്ടയിൽ നിന്നാണ് പിന്നീട് അതെന്ത് ചെയ്യുന്നത്? നമ്മുടെ വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇതിൽ റൈറ്റ് സൈഡിൽ വരുന്നത് ഡീഓക്സിനേറ്റഡ് ബ്ലഡും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ഓക്സിനേറ്റഡ് ബ്ലഡുമാണ്. അതായത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് എവിടെ നിന്നൊക്കെയാണ്? ഫ്രം ദ ബോഡി ടു വീന ക്യാവ. വീന ക്യാവ എന്ന് പറയുമ്പോൾ സുപ്പീരിയർ വീന ക്യാവയുണ്ട്, ഇൻഫീരിയർ വീന ക്യാവ ഉണ്ട്. വീന ക്യാവ എന്ന് എവിടത്തേക്ക് എത്തും? റൈറ്റ് എട്രിയം. റൈറ്റ് എട്രിയത്തിൽ നിന്ന് ട്രൈകസ്പിഡ് വാൾ, റൈറ്റ് വെൻട്രിക്കിൾ, പൾമണറി വാൾ, പൾമണറി ആർട്ടറി, ലങ്സ്. ഇത്രയും പ്രോസസ്സിൽ ഇവിടെ എന്താണുള്ളത്? ഡീഓക്സിനേറ്റഡ് ബ്ലഡാണ്. ദെൻ ലങ്സിൽ നിന്ന് എന്തായി? ഓക്സിജനേറ്റഡ് ബ്ലഡായി. ഫ്രം ദ ലെഗ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടത്തേക്ക് എത്തും? പൾമണറി വെയിൻ, ലെഫ്റ്റ് എട്രിയം, മൈട്രൽ വാൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ടിക് വാൾ, അയോട്ട ആൻഡ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ഇതാണ് നമ്മുടെ ഒരു ബ്ലഡ് ഫ്ലോ പോകുന്ന പാത്വേ എന്ന് പറയുന്നത്. ഞാൻ ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഈ ഡയഗ്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മൾ ഹൃദയത്തിൻ്റെ 4 ചേമ്പേഴ്സ്, പ്രധാന ബ്ലഡ് വെസൽസ്, വാൾവ്സ്, ബ്ലഡ് ഫ്ലോ പാത്വേ എന്നിവയെല്ലാം കണ്ടു. ഈ ഡയഗ്രം നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അല്ലേ? എന്താണ്? ബ്ലഡ് ശരിയായ ദിശയിൽ ഒഴുകാൻ ചേമ്പേഴ്സ്, വാൾവ്സ്, വെസൽസ് എല്ലാം എന്ത് ചെയ്യണം? ഒരുമിച്ച് പ്രവർത്തിക്കണം. പക്ഷേ ഒരു ചോദ്യം വരാം, ഈ ബ്ലഡ് എങ്ങനെയാണ് ഒരു ചേമ്പറിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നത്? വാൾസ് എപ്പോഴാണ് തുറക്കുന്നത്? എപ്പോഴാണ് അടയുന്നത്? ഹാർട്ട് എപ്പോഴാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നത്? എപ്പോഴാണ് റിലാക്സ് ചെയ്യുന്നത്? എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാം അല്ലേ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കാർഡിയാക് സൈക്കിൾ. അതായത് ഒരു ഹാർട്ട് ബീറ്റിനിടയിൽ ഹൃദയത്തിൽ നടക്കുന്ന ഫില്ലിംഗ്, കൺട്രാക്ഷൻ, ഇജക്ഷൻ, റിലാക്സേഷൻ എന്നീ എല്ലാ സംഭവങ്ങളുടെയും ക്രമബദ്ധമായ സീക്വൻസാണ് കാർഡിയാക് സൈക്കിൾ. ഇനി ഈ ബ്ലഡ് ഫ്ലോ നടക്കുന്നതിന് പിന്നിലെ മെക്കാനിസം, അതായത് കാർഡിയാക് സൈക്കിൾ നമുക്ക് ഓരോ ഫേസ് ബൈ ഫേസ് ആയിട്ട് നോക്കാം. കാർഡിയാക് സൈക്കിൾ ഹാർട്ട് ഒരു തവണ ബീറ്റ് ചെയ്യുമ്പോൾ നടക്കുന്ന കംപ്ലീറ്റ് പ്രോസസ്സിനെയാണ് നമ്മൾ 1 കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് 1 ഹാർട്ട് ബീറ്റ് ഈസ് ഈക്വൽ ടു 1 കാർഡിയാക് സൈക്കിൾ. ഓക്കെ, ഈ പ്രോസസ്സൊക്കെ ഒരുമിച്ചിട്ട് നടക്കുന്നില്ല. പകരം എന്താണ്? ഇത് പല ചെറിയ ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ഈ ചെറിയ ഘട്ടങ്ങളെയാണ് നമ്മൾ ഫേസസ് ഓഫ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ഡ്യൂറേഷൻ ഓഫ് കാർഡിയാക് സൈക്കിൾ. ഒരു നോർമൽ വ്യക്തിയിൽ ഹാർട്ട് റേറ്റ് 75 ബീറ്റ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ ഒരു കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഏകദേശം 0.8 സെക്കൻഡാണ്. ഈ 0.8 സെക്കൻഡിനുള്ളിൽ ഹാർട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ഫേസ് ബൈ ഫേസ് ആയിട്ട് നോക്കാം. ഇതിൽ പ്രധാനമായും 3 ഫേസസ് ആണുള്ളത്. ഏതൊക്കെയാണ്? എട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, കംപ്ലീറ്റ് കാർഡിയാക് ഡയസ്റ്റോൾ ഓർ റിലാക്സേഷൻ ഫേസ്. നമ്മൾ പറഞ്ഞു ഈ കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.8 സെക്കൻഡ്സ് ആണ്. അതിൽ എട്രിയൽ സിസ്റ്റോൾ വരുന്നത് 0.1 സെക്കൻഡ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ 0.3 സെക്കൻഡ് ആൻഡ് കംപ്ലീറ്റ് കാർഡിയാക് ഡയസ്റ്റോൾ എത്രയാണ്? 0.5 സെക്കൻഡ്. ഇത് റിമെമ്പർ ചെയ്യാനുള്ള ഈസി ട്രിക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ്? ഓഡ് നമ്പേഴ്സാണ്. അതായത് 1, 3, 5 ദീസ് ഓൾ ആർ ഓഡ് നമ്പേഴ്സ്. അപ്പോൾ എട്രിയൽ സിസ്റ്റോൾ 0.1, വെൻട്രിക്കുലർ സിസ്റ്റോൾ 0.3, കംപ്ലീറ്റ് കാർഡിയാക് ഡയസ്റ്റോൾ 0.5. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കാം ഇതിൽ നമ്മൾ കാർഡിയാക് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾക്ക് ഇതിൽ കൂട്ടുന്ന സമയത്ത് 0.9 സെക്കൻഡ്സ് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവും.
ഇതിൽ ഒന്നാമത്തത് ഏതാണ്? എട്രിയൽ സിസ്റ്റോൾ. എട്രിയൽ സിസ്റ്റോൾ എന്ന് വെച്ചാൽ എന്താണ്? എട്രിയ കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എട്രിയൽ സിസ്റ്റോൾ. ഓക്കെ, അപ്പോൾ എട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? എട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എട്രിയയിലുള്ള ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? റൈറ്റ് വെൻട്രിക്കിലോട്ടേക്ക് പോകും. അതായത് റൈറ്റ് എട്രിയ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് റൈറ്റ് എട്രിയത്തിലുള്ള ബ്ലഡ് ട്രൈകസ്പിഡ് വാൾവ് വഴി റൈറ്റ് വെൻട്രിക്കിലോട്ടേക്ക് പോകും. അതേപോലെ തന്നെ ലെഫ്റ്റ് എട്രിയത്തിലുള്ള ബ്ലഡ് എന്താണ്? ബൈകസ്പിഡ് വാൾവ് വഴി എങ്ങോട്ടേക്ക് എത്തും? ലെഫ്റ്റ് വെൻട്രിക്കിലോട്ടേക്ക് എത്തും. ഈ രണ്ട് സൈഡിലും ഒരേപോലെ ആണ് എന്ത് നടക്കുന്നത്? അതായത് എട്രിയ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ, എട്രിയൽ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ റൈറ്റ് എട്രിയം ആസ് വെൽ ആസ് ലെഫ്റ്റ് എട്രിയം എന്താണ്? കോൺട്രാക്റ്റ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ രണ്ടിൽ നിന്നും ബ്ലഡ് എങ്ങോട്ടേക്ക് പോവുകയാണ്? റൈറ്റ് വെൻട്രിക്കിലോട്ടേക്ക് പോവുകയാണ്. ഇതിൽ 30% ഓഫ് ഫില്ലിംഗ് മാത്രമാണ് നടക്കുന്നത്. അപ്പോൾ എട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും എന്താണ്? ഓപ്പൺ ആണ്. അതേസമയം നമ്മുടെ ഇവിടെ എന്തുണ്ട്? പൾമണറി വാൾവും അതേപോലെ തന്നെ അയോട്ടിക് വാൾവും ഉണ്ട്. അത് രണ്ടും എന്താണ്? ക്ലോസ്ഡ് ആണ്. അപ്പോൾ എട്രിയൽ സിസ്റ്റോളിൽ ട്രൈകസ്പിഡ് വാൾവ്, അതായത് എട്രിയോ വെൻട്രിക്കുലർ വാൾവ് ഈസ് ഓപ്പൺ ആൻഡ് ദ സെമി ലൂണാർ വാൾവ് ഈസ് ക്ലോസ്ഡ്. രണ്ടാമത്തത് വെൻട്രിക്കുലർ സിസ്റ്റോൾ. ഇതിൽ വെൻട്രിക്കുലർ സിസ്റ്റോളും അതേപോലെ തന്നെ വെൻട്രിക്കൽ ഡയസ്റ്റോളും വീണ്ടും നമ്മൾ ചെറിയ രണ്ട് ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ഐസോ വോള്യൂമെട്രിക് കൺട്രാക്ഷൻ ആണ്, പിന്നൊന്ന് വെൻട്രിക്കുലർ ഇജെക്ഷൻ. എന്താണ് ഐസോ വോള്യൂമെട്രിക് കൺട്രാക്ഷൻ? ഐസോ വോള്യൂമെട്രിക് കൺട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഐസോ മീൻസ് സെയിം. എന്താണ്? വോളിയോമെട്രിക്, അതായത് വോളിയം സൈസും സെയിം ആണ്, ബട്ട് കൺട്രാക്ഷൻ ഈസ് ഗോയിങ് ഓൺ. അപ്പോൾ വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് പറയുമ്പോൾ വെൻട്രിക്കിളിൽ എന്താണ്? കൺട്രാക്ഷൻ നടക്കാൻ, വെൻട്രിക്കിൾ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവിടെയുള്ള വാൾവ്, അതായത് ഏതാണ്? ബൈകസ്പിഡ് വാൾവ്. ഞാൻ ഇപ്പോൾ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഹാർട്ടിൻ്റെ. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ കൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താണ്? ഇവിടെയുള്ള ബൈകസ്പിഡ് വാൾവ് ക്ലോസ് ആവും. അതേപോലെ തന്നെ ഇതെന്താ പറഞ്ഞാൽ? ഐസോ വോള്യൂമെട്രിക് എന്നാണ്. അതായത് വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല. വോളിയം ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വോളിയം എന്ത് ചെയ്യുന്നില്ല? അതായത് ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല? നമ്മളെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ടേക്ക് പോകുന്നില്ല. കൺട്രാക്ഷൻ നടക്കുകയാണ്, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ബ്ലഡ് പുറത്തോട്ടേക്ക് പോകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അയോട്ടയുടെ പ്രഷർ എന്ന് പറയുന്നത് 80 mmHg ആണ്. ഈ 80 mmHg വെൻട്രിക്കുലർ പ്രഷർ അയോട്ടയുടെ പ്രഷറിനേക്കാളും കൂടിയാൽ മാത്രമേ അയോട്ടിക് വാൾവ് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ എന്താണ്? എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അയോട്ടയുടെ പ്രഷർ എത്രയാണ്? 80 mmHg ആണ്. ഈ അയോട്ടിക് വാൾവ് ഓപ്പൺ ആവണം എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ എന്ന് പറയുന്നത് 81 കടക്കണം. 81 ആയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ അയോട്ടിക് വാൾവ് ഓപ്പൺ ആവുള്ളൂ. അതുവരെ ഇതൊരു ക്ലോസ് കണ്ടെയ്നർ പോലെയാണ്. അതായത് അയോട്ടിക് വാൾവും ക്ലോസ്ഡ് ആണ്, അതേപോലെ തന്നെ ബൈകസ്പിഡ് വാൾവും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വോളിയം എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ആവുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെന്ത് പറയുന്നത്? ഐസോ വോള്യൂമെട്രിക് കൺട്രാക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിലെന്താണ്? കൺട്രാക്ഷൻ ഗോയിങ് ഓൺ, പ്രഷർ കൂടി വരികയാണ്. അടുത്തത് എന്താണ്? വെൻട്രിക്കുലർ ഇജെക്ഷൻ. വെൻട്രിക്കുലർ ഇജെക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ എന്ത് ചെയ്തു? 80 കടന്നു, അതായത് 81 ആയി. 81 ആവുമ്പോൾ എന്ത് ചെയ്യും? അവിടെ അയോട്ടിക് വാൾവ് ഓപ്പൺ ആവും. അയോട്ടിക് വാൾവ് ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും? റാപ്പിഡ് ഇജെക്ഷൻ. ഇജെക്ഷൻ എന്ന് വെച്ചാൽ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതിനെയാണ് ഇജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റാപ്പിഡ് ഇജെക്ഷനാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ക്ലോസ് ആയിട്ടുള്ള ഡാമിൻ്റെ നമ്മളൊരു ഷട്ടർ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമിൻ്റെ അകത്തുള്ള പ്രഷർ കാരണത്താൽ ആദ്യം വരുന്ന വെള്ളത്തിന് ഭയങ്കര സ്പീഡിലായിരിക്കും എന്ത് ചെയ്യുക? വെള്ളം വരിക. പിന്നെ അവിടെയുള്ള പ്രഷർ കുറയും. ആ സമയത്ത് പിന്നീട് വരുന്ന വെള്ളം എന്ത് ചെയ്യും? സ്ലോ ആവും. അപ്പോൾ അതുകൊണ്ടാണ് വെൻട്രിക്കുലർ ഇജെക്ഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. ഏതാണ്? റാപ്പിഡ് ഇജെക്ഷനും അതേപോലെ തന്നെ സ്ലോ ഇജെക്ഷനും. അപ്പോൾ റാപ്പിഡ് ഇജെക്ഷനിൽ ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ എന്ന് പറയുന്നത് എന്തായി? 100 to 120 mmHg ആയി. ഈ ലെഫ്റ്റ് വാൾവ് ഓപ്പൺ ആയതിനു ശേഷം, അയോട്ടിക് വാൾവ് ഓപ്പൺ ആയതിനു ശേഷം ലെഫ്റ്റ് വെൻട്രിക്കുലറിൻ്റെ അതേ പ്രഷർ ആയിരിക്കും അയോട്ടയിലും ഉണ്ടാവുക. അതായത് 100 to 120 mmHg ആണെങ്കിൽ അയോട്ടയുടെ പ്രഷറും എന്ന് പറയുന്നത് എത്രയാണ്? 100 to 120 ആണ്. ഓക്കെ, അപ്പോൾ ബ്ലഡ് എന്ത് ചെയ്യാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ട വഴി ബോഡിയിലോട്ടേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ കുറഞ്ഞു വരും.
അത് സ്ലോ ജെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഓൾറെഡി ഒരുപാട് ബ്ലഡ് എങ്ങോട്ടേക്ക് പോയി, അയോട്ടിലേക്ക് പോയി. ഏകദേശം 60-70% ഓഫ് ബ്ലഡ് വോളിയം എങ്ങോട്ടേക്ക്, റാപ്പിഡ് ഇജക്ഷൻ്റെ സമയത്ത് അയോട്ടയിലോട്ടേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ എന്ത് ചെയ്യും, കുറയും. കാരണം ഒരുപാട് ബ്ലഡ് പോയില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ലെഫ്റ്റ് വെൻട്രിക്കിളുടെ പ്രഷർ കുറയും. അത് എത്രയായി, ഏകദേശം 80-90 mmHg ആയി. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ബ്ലഡ് അയോട്ടയിലേക്ക് പോകുന്നതിൻ്റെ റേറ്റ് എന്താവും, സ്ലോ ആവും. അതായത് സ്ലോ ഇജക്ഷൻ ആണ് സംഭവിക്കുക. ഇതിൽ ഏകദേശം 30-40% ഓഫ് വോളിയമാണ് ഈ സമയത്ത് ഇജക്റ്റ് ആവുന്നത്. ഇനി എന്താണ് എൻ സിസ്റ്റോളിക് വോളിയം? എൻ സിസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്, അതായത് സിസ്റ്റോള് അവസാനിക്കുന്ന സമയത്ത് വെൻട്രിക്കിളിൽ എത്ര ബ്ലഡാണ് റിമെയിൻ ചെയ്യുന്നത്, അതാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, ഓൾറെഡി എന്ത് ചെയ്തു, ബ്ലഡ് പോയി 80, ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ പ്രഷർ 80 ആയെങ്കിൽ എന്താവും, അയോട്ടിക് വാൾവ് ക്ലോസ് ആവും. അയോട്ടിക് വാൾവ് ക്ലോസ് ആയെങ്കിൽ പിന്നെ എന്ത് ചെയ്യില്ല, ബാക്കി ബ്ലഡ് അയോട്ടിലേക്ക് പോവില്ല. ആ റിമെയിൻ ചെയ്ത് നിൽക്കുന്ന ബ്ലഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻഡ് സിസ്റ്റോളിക് വോളിയം. ദാറ്റ് ഈസ് 50 ml ഓഫ് ബ്ലഡ് എന്ത് ചെയ്യും, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 50 ml റിമെയിൻ ചെയ്യും. അടുത്തത് മൂന്നാമത്തത് എന്താണ്, ഡയാസ്റ്റോൾ. അതായത് ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡയാസ്റ്റോൾ എന്ന് പറയുന്നത്. സിസ്റ്റോളിനെ പോലെ തന്നെ ഡയാസ്റ്റോളും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്, ഐസോ വോളിമെട്രിക് റിലാക്സേഷൻ, അതേപോലെ തന്നെ വെൻട്രിക്കുലാർ ഫില്ലിംഗ്. ഐസോ വോളിമെട്രിക് റിലാക്സേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇതിൽ എന്താണ്, വോളിയം സൈസും എന്താണ്, സെയിം ആണ്. ബട്ട് വെൻട്രിക്കിൾസ് ഈസ് ഇൻ റിലാക്സേഷൻ സ്റ്റേറ്റ്. എന്താണ്, ഈ റിലാക്സേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ വെൻട്രിക്കിൾസിൻ്റെ രണ്ട് വാൾവുകളും, അതായത് അയോട്ടിക് വാൾവും അതേപോലെ തന്നെ മൈട്രൽ വാൾവും ക്ലോസ്ഡ് സ്റ്റേറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഇതിലെന്തില്ല, വോളിയത്തിന് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ബിക്കോസ് നോ ബ്ലഡ്സ് എൻറ്റേഴ്സ് ഓർ ലീവ്സ് ഫ്രം ദി വെൻട്രിക്കിൾ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, വെൻട്രിക്കുലാർ ഫില്ലിംഗ് ആണ്. അതായത് റിലാക്സേഷൻസ്, ഈ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ സ്റ്റേറ്റ്സിലൊക്കെ നമ്മുടെ എട്രിയം എന്ന് പറയുന്നത് ഒരു ടാങ്ക് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെറിയ തോതിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്, എട്രിയത്തിലോട്ടേക്ക് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വെൻട്രിക്കുലാർ ഫില്ലിങ്ങിൻ്റെ സമയത്ത് അവിടെ എന്തുണ്ടാവും, റാപ്പിഡ് ഫില്ലിംഗ് ഉണ്ടാവും. അതായത് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് എന്ത് ചെയ്യും, റാപ്പിഡ് ഫില്ലിംഗ് ആണ്. കാരണം എട്രിയുടെ പ്രഷർ എന്താണ്, കൂടി വരികയാണ് അല്ലേ. എട്രിയുടെ പ്രഷർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ മൈട്രൽ വാൾവ് ഓപ്പൺ ആവും. പ്രഷർ കൂടിയത് കാരണത്താൽ മൈട്രൽ വാൾവ് ഓപ്പൺ ആവും. പക്ഷേ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, കൺട്രാക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഈ റാപ്പിഡ് ഫില്ലിങ്ങിൻ്റെ സമയത്ത് ലെഫ്റ്റ് എട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള മൈട്രൽ വാൾവ് എന്തായി, ഓപ്പൺ ആയി. അത് കാരണത്താൽ ബ്ലഡ് എന്ത് ചെയ്യും, പാസീവ്ലി എങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യും, വെൻട്രിക്കിളോട്ട്. പാസീവ്ലി എന്ന് പറയാൻ കാരണം ഇവിടെ എട്രിയത്തിന് യാതൊരു കൺട്രാക്ഷനും സംഭവിച്ചിട്ടില്ല. ഇവിടെയുള്ള പ്രഷർ കൂടി, അതായത് ബ്ലഡ് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണില്ലേ, അത് കാരണത്താൽ ഇവിടെ പ്രഷർ കൂടിയത് കൊണ്ടാണ് മൈട്രൽ വാൾവ് ഓപ്പൺ ആയതും. അത് കാരണത്താലാണ് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകുന്നതും, ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ടേക്ക് പോകുന്നതും. അതുകൊണ്ടാണ് വെൻട്രിക്കിൾസ് ഫിൽ വിത്ത് ബ്ലഡ് പാസീവ്ലി എന്ന് പറയാനുള്ള കാരണം. ഇനി അടുത്ത് എന്താണ്, സ്ലോ ഫില്ലിംഗ് അല്ലെങ്കിൽ ഡയാസ്റ്റാസിസ്. ഈ സ്ലോ ഫില്ലിംഗ് എന്ന് വെച്ചാൽ റാപ്പിഡ് ഫില്ലിംഗ് ഫേസിൽ ബ്ലഡ് എന്ത് ചെയ്യും, വേഗത്തിൽ വെൻട്രിക്കിൾസിലോട്ടേക്ക് പോകും അല്ലേ. കാരണം എന്താ വെച്ചാൽ എട്രിയ ആൻഡ് വെൻട്രിക്കിൾ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കൂടുതലായിരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ വെൻട്രിക്കിൾസിൽ എന്ത് ചെയ്യും, കുറച്ചും കൂടി ബ്ലഡ് ഫില്ല് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ത് ചെയ്യും, കുറയും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് സ്ലോ ആയിട്ട് പോകുന്നത്. അതാണ് ഡയാസ്റ്റാസിസ് എന്ന് പറയുന്നത്. റാപ്പിഡ് ഫില്ലിംഗ് ആൻഡ് സ്ലോ ഫില്ലിംഗ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ മൈട്രൽ വാൾവ് ഓപ്പൺ ആയ ഉടനെ ലെഫ്റ്റ് എട്രിയും അതേപോലെ തന്നെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എന്ത് ചെയ്യും, വേഗത്തിൽ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ലെഫ്റ്റ് എട്രിയൽ പ്രഷർ എന്ന് പറയുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്രഷറിനേക്കാളും കൂടുതലാണ്. അതായത് ഇവിടെയുള്ള പ്രഷർ ഇതിനേക്കാളും കൂടുതലാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഫ്റ്റ് എട്രിയൽ പ്രഷർ 10 mmHgയും ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ എന്നത് 4 mmHg ആണെങ്കിൽ ഇതിൻ്റെ പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്, 6 ആണ്. ഇത് ഈ പ്രഷർ ഡിഫറൻസ്, അതായത് ഈ റാപ്പിഡ് ഫില്ലിങ്ങിൽ ഈ പ്രഷർ ഡിഫറൻസ് കൂടുതലായത് കാരണത്താലാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് സ്ലോ ഫില്ലിംഗ് അല്ലെങ്കിൽ ഡയാസ്റ്റാസിസിൽ എന്താണ് സംഭവിക്കുന്നത്, ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് വന്ന് വെൻട്രിക്കിൾ കുറച്ചും കൂടി ഫില്ലാവും. ഇവിടെയുള്ള ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് വന്ന് വെൻട്രിക്കിൾസ് എന്ത് ചെയ്യും, കുറച്ചും കൂടി ഫില്ലാവും.
ഈ കുറച്ചും കൂടി ഫില്ലായി കഴിഞ്ഞാൽ വെൻട്രിക്കുലർ പ്രഷർ അല്പം എന്ത് ചെയ്യും, കൂടും. ഈ നമ്മുടെ ഏട്രിയൽ പ്രഷർ കുറച്ച് കുറയും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഏട്രിയൽ പ്രഷർ എന്ത് ചെയ്യും, 10 എന്നുള്ളത് 7 ആവും, വെൻട്രിക്കുലർ പ്രഷർ 4 എന്നുള്ളത് 6 ആവും. അപ്പോൾ ഇതിൻ്റെ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ്. അതുകൊണ്ടാണ് സ്ലോ ഫില്ലിംഗ് നടക്കുന്നത്. ഇതാണ് ഡയാസ്റ്റാസിസ്. എന്താണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം? എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് എൻഡ് ചെയ്യുന്ന സമയത്ത് എത്ര ബ്ലഡാണ് നമ്മളെ വെൻട്രിക്കിൾസിൽ ബാക്കി വരുന്നത് എന്നുള്ളതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത് എത്രയായിരുന്നു, സിസ്റ്റോൾ അവസാനിക്കുന്ന സമയത്ത് വെൻട്രിക്കിൾസിലെ ബ്ലഡ് എന്ന് പറയുന്നത് 50 ആയിരുന്നു. പിന്നീട് എട്രിയിൽ നിന്നും എങ്ങോട്ടേക്ക് ബ്ലഡ് വന്നു, വെൻട്രിക്കിളിലോട്ടേക്ക് ബ്ലഡ് വന്ന് 70% ബ്ലഡ് എന്ത് ചെയ്തു, നമ്മുടെ വെൻട്രിക്കിൾസിലോട്ടേക്ക് വന്നു. അപ്പോൾ എൻഡ് ഡയസ്റ്റോൾ എൻഡ് ചെയ്യുന്ന സമയത്ത്, റിലാക്സേഷൻ സ്റ്റേറ്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിളിലുള്ള ബ്ലഡ് എന്ന് പറയുന്നത് എത്രയാണ്, 120 ml ആണ്. അതാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം. അപ്പോൾ നമ്മൾ പറഞ്ഞു 70% ഓഫ് ദി ബ്ലഡ് ഫില്ലിംഗ് എപ്പോൾ നടക്കുന്നുണ്ട്, സ്ലോ ഫില്ലിംഗ്, അതായത് സ്ലോ ഫില്ലിങ്ങിൽ നടക്കുന്നുണ്ട്. ബാക്കി 30% ഓഫ് ബ്ലഡ് ഫില്ല് ചെയ്യുന്നത് എട്രിയൽ കൺട്രാക്ട് ചെയ്യുന്ന സമയത്താണ്. എന്താണ്, ഒന്നും കൂടി എന്താണ്, പ്രഷർ കൂടിയത് കാരണത്താൽ എട്രിയ എന്ത് ചെയ്യും, നേരത്തെ പാസീവ്ലിയാണ്, അതായത് മൈട്രൽ വാൾവ് ഓപ്പൺ ആയത് കാരണത്താലാണ് എട്രിയൽ നിന്നും ബ്ലഡ് എങ്ങോട്ടേക്ക് വന്നത്, വെൻട്രിക്കിൾസിലോട്ടേക്ക് വന്നത്. പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, എട്രിയ കോൺട്രാക്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രഷർ കൂടുമ്പോൾ എട്രിയ എന്ത് ചെയ്യും, പിന്നെ കോൺട്രാക്ട് ചെയ്യും. അത് കാരണത്താൽ എന്ത് ചെയ്യും, 30% ഓഫ് ദി ബ്ലഡ് നമ്മുടെ വെൻട്രിക്കിൾസിലോട്ടേക്ക് വരും. അപ്പോൾ ടോട്ടൽ എത്രയായി, 70% പ്ലസ് 30% ടോട്ടൽ ഫില്ലിംഗ് എത്രയാണ്, 100% ഫില്ലിംഗ് നടന്നു വെൻട്രിക്കിൾ. ദെൻ ദ സൈക്കിൾ റിപ്പീറ്റ്സ് അഗെയിൻ. ഇതുവരെ നമ്മൾ കാർഡിയാക് സൈക്കിളിൻ്റെ ഓരോ ഫേസസും ഡീറ്റെയിൽ ആയി കണ്ടു അല്ലേ. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ്. അതായത് എട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ എന്നിവയും പിന്നെ അവയുടെ ഓരോ ഫേസസും എത്ര ഡ്യൂറേഷനാണ്, അതിൽ നടക്കുന്ന മെയിൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, വാൾവ് സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. ഈ വാൾവ് സ്റ്റാറ്റസ് പറയുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാമെന്ന് വെച്ചാൽ എന്താണ്, ഫില്ലിംഗ് ടൈം, അതായത് ഫില്ലിംഗ് ടൈമിൽ എട്രിയോ വെൻട്രിക്കുലർ വാൾവ്സ് ഓപ്പൺ ആയിരിക്കും. എട്രിയോ വെൻട്രിക്കുലർ വാൾവ് എന്ന് പറയുന്നത് ഏതാണ്, ട്രൈകസ്പിഡ് വാൾവും ബൈകസ്പിഡ് വാൾവും എന്തായിരിക്കും, ഫില്ലിംഗ് ടൈമിൽ ഓപ്പൺ ആയിരിക്കും. കാരണം എന്താണ്, ഫില്ലിംഗ് ടൈം എന്ന് പറയുമ്പം എട്രിയയിൽ നിന്ന് നമ്മുടെ വെൻട്രിക്കിളിലേക്കാണ് ബ്ലഡ് വരുന്നത്. അതുകൊണ്ട് ആ 2 വാൾവ് ഓപ്പൺ ആയിരിക്കും. ഇജക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാണ്, വെൻട്രിക്കിളിൽ നിന്ന് പുറത്തോട്ടേക്ക് ബ്ലഡ് പോവാണ്. ആ സമയത്ത് സെമി ലൂണാർ വാൾവ് ഓപ്പൺ ആയിരിക്കും. സെമി ലൂണാർ വാൾവ്സ് എന്ന് പറയുന്നത് പൾമണറി വാൾവും അയോട്ടിക് വാൾവും. പിന്നെ ഐസോവോളിമെട്രിക് ഫേസസിൽ എന്താണ്, എല്ലാ വാൾവ്സും എന്താണ്, ക്ലോസ്ഡ് സ്റ്റേറ്റ്സിലാണ് കാണാൻ വേണ്ടി പറ്റുക. അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു സിമ്പിൾ സമ്മറി എന്നുള്ള ഒരു ബോക്സ് കാണാൻ പറ്റുന്നില്ലേ, അതിലെന്താണ് എഴുതിയിട്ടുള്ളത്, സിസ്റ്റോൾ ഈസ് ഈക്വൽ ടു എട്രിയൽ സിസ്റ്റോൾ പ്ലസ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ഈസ് 0.4 സെക്കൻഡ്. ഓക്കെ. പിന്നെ അടുത്ത പോയിന്റ് എന്താണ്, ഡയസ്റ്റോൾ ഈസ് ഈക്വൽ ടു ജോയിൻറ്റ് ഡയസ്റ്റോൾ ഈസ് ഈക്വൽ ടു 0.4 സെക്കൻഡ് പ്ലസ് എട്രിയൽ സിസ്റ്റോൾ ആൻഡ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ഈസ് 0.5 സെക്കൻഡ്. അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കാർഡിയാക് സൈക്കിൾ ആകെ എത്രയാണ്, 0.8 സെക്കൻഡ്സ് ആണ് അല്ലേ. ആദ്യം എട്രിയ 0.1 സെക്കൻഡ് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. പിന്നെ വെൻട്രിക്കിൾസ് 0.3 സെക്കൻഡ് കോൺട്രാക്ട് ചെയ്യും. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്ന ടോട്ടൽ സമയം എന്ന് പറയുന്നത് എത്രയാണ്, 0.5 സെക്കൻഡ്സ് ആണ്. അതിൽ 0.4 സെക്കൻഡ് എട്രിയും വെൻട്രിക്കിൾസും ഒരുമിച്ച് റിലാക്സ്ഡ് ആയിരിക്കും, ദാറ്റ് ഈസ് ജോയിൻറ്റ് ഡയസ്റ്റോൾ. ബാക്കി 0.1 സെക്കൻഡിൽ എട്രിയ കോൺട്രാക്ട് ചെയ്താലും വെൻട്രിക്കിൾസ് എന്താണ്, റിലാക്സ്ഡ് സ്റ്റേറ്റിലാണുള്ളത്. അതുകൊണ്ടാണ് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ 0.5 സെക്കൻഡ് എന്ന് പറയുന്നത്. അതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹാർട്ട് സൗണ്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക, അതായത് വാതിൽ തുറക്കുമ്പോഴാണോ വാതിൽ അടയ്ക്കുമ്പോഴാണോ സൗണ്ട് ഉണ്ടാവുക,
നോർമലി വാതിൽ അടക്കുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുക അല്ലേ? അതേപോലെ തന്നെയാണ് ഹാർട്ട് സൗണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് എട്രിയോ വെൻട്രിക്കുലർ വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, അതായത് ട്രൈക്കസ്പിഡ് വാൾവ് ആൻഡ് ബൈക്കസ്പിഡ് വാൾവ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് S1 സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും അതേപോലെ തന്നെ സെമി ലൂണാർ വാൾവ്, അതായത് പൾമണറി വാൾവും അയോട്ടിക് വാൾവും ക്ലോസ് ചെയ്യുന്നത് കാരണത്താലാണ് S2 സൗണ്ടും ഉണ്ടാകുന്നത്. ഓക്കെ. ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.